കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ കുട്ടനാടൻ മേഖലകളിലെ പ്രതിസന്ധി ഇനിയും മാറിയിട്ടില്ല. അപ്രതീക്ഷിത വെള്ളപ്പൊക്കം കുട്ടനാട്ടിലെ വ്യാപാരികളെയും സാരമായി ബാധിച്ചു. ഓണവിപണിയോടനുബന്ധിച്ച് കടക്കണിയിലാണ് വ്യാപാരികൾ. മങ്കൊമ്പ് ജംഗ്ഷനിൽ വസ്ത്രവ്യാപാരം നടത്തുന്ന ബിനുമോനും കട തുറക്കാനാവാത്ത സാഹചര്യമാണ്. ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വസ്ത്രങ്ങൾ എത്തിച്ചതെന്നും ബിനു പറയുന്നു. അപ്രതീക്ഷിത വെള്ളപ്പൊക്കമുണ്ടായി 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. നദികളിൽ ജലനിരപ്പ് താഴ്ന്നു. പക്ഷേ കുട്ടനാട്ടിൽ ഇപ്പോഴും ദുരിതം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. മടവീണ പാടശേഖരങ്ങളിലെ പമ്പിംഗ് പൂർത്തിയാക്കാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം കുട്ടനാട്ടിലെ നിരവധി വ്യാപാരികളെയും സാരമായി ബാധിച്ചു. മങ്കൊമ്പ് ജംഗ്ഷന് സമീപം നിമിഷ ഗാർമെന്റ്സ് എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തുന്ന ബിനുമോനും വലിയ നഷ്ടമാണ് ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായത്. ചമ്പക്കുളം പഞ്ചായത്തിലെ നാട്ടായം പാടശേഖരം മുങ്ങിയതോടെയാണ് ബിനുമോന് കട അടച്ചു പൂട്ടേണ്ടി വന്നത്. 2 ആഴ്ച പിന്നിട്ടിട്ടും കടയ്ക്കുള്ളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നതാണ് പ്രതിസന്ധി. ഓണം നമ്മുടെ കുളമാകുന്ന ലക്ഷണമാണ്. ഒരു മോട്ടോർ വെച്ച് വടിക്കുന്നു എന്ന് പറയുന്നു. എവിടെ നമുക്കിത് ഉപജീവന മാർഗമാണ്. ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് വല്ലതും കച്ചവടം നടക്കത്തു. ഓണത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കള്ള പലിശയ്ക്ക് മേടിച്ചെടുത്ത് വെച്ചിരിക്കും, ബാങ്കിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആയിട്ട്. പക്ഷെ ഈ പരുവത്തിൽ നിന്ന് എങ്ങനെ ഓണത്തിന് കച്ചവടം നടത്താനായിട്ട് അധികാരികളൊന്നും പാടശേഖരന് വേണ്ടി ആ മോട്ടർ ഒന്ന് ഓടിച്ചു കിട്ടി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് വെള്ളം വലിഞ്ഞു വരും. അങ്ങനെങ്കിലും ഒരു സഹായം ചെയ്തു തരുമായിരുന്നു, നമുക്ക് വലിയ ഉപകാരമായിരുന്നു. പാടശേഖരത്തിൽ പമ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലും വളരെ മെല്ലെയാണ് ജലനിരപ്പ് താഴുന്നത്. ബിനുവിന്റെ കടയ്ക്കുള്ളിൽ ഇപ്പോഴും പാദത്തിനു മുകളിൽ വെള്ളമുണ്ട്. നാട്ടായം പാടശേഖരത്തിന് സമീപത്ത് തന്നെയുള്ള ബിനുവിന്റെ വീടിനുള്ളിലും വെള്ളം കയറിയതിനാൽ നിരവധി സാധനങ്ങൾ നശിച്ചിരുന്നു. കട തുറന്ന് കച്ചവടം ആരംഭിച്ചെങ്കിലേ വെള്ളപ്പൊക്കം മൂലമുണ്ടായ നഷ്ടം കുറച്ചെങ്കിലും നികത്താനാവൂ. അധികാരികൾ ഇടപെട്ട് പമ്പിംഗ് വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബിനുവിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.